Cali loading, Cali loading, Cali loading, yeah. Cali loading, Cali loading, Cali loading, yeah. Hey yo, it's Northern California, grab a drink and let the record show. It's Northern California, grab a drink. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞവർക്ക് വലിയ എമൗണ്ട് ക്യാഷ് മുടക്കാതെ തന്നെ ഷിപ്പിൽ ഒരു ജോലി. മെർച്ചന്റ് നേവി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ സ്വപ്നം ഇനി ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാം. അതിനായിട്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എപ്പോഴും മുടങ്ങാതെ വരുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അപ്പോൾ ടോപ്പിക് കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണെന്ന്. മെർച്ചന്റ് നേവിയിൽ അധികം ഒരു എമൗണ്ട് ക്യാഷ് ചെലവാക്കാതെ തന്നെ എങ്ങനെ പ്രവേശിക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് മെർച്ചന്റ് നേവിയിലേക്ക് ജോലിക്ക് ശ്രമിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, മെർച്ചന്റ് നേവിയിലേക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്റെ ഈ വീഡിയോ ഒന്ന് മിസ് ചെയ്യാതെ കണ്ടുവെക്കും. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞവർക്ക് വലിയ എമൗണ്ട് ക്യാഷ് ചെലവാക്കാതെ തന്നെ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? എന്നാൽ പറ്റും. എങ്ങനെയാണ്? ഓപ്പൺ CDC വഴി. എന്താണ് CDC? കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. CDC കുറിച്ച് ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല അല്ലേ? എന്നാൽ പാസ്പോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ? ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ പാസ്പോർട്ട് കമ്പൽസറി ആയിട്ട് വേണം. അതുപോലെ തന്നെ ഷിപ്പിൽ ജോലിക്ക് കയറണമെങ്കിൽ CDC മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഡയറക്റ്റ് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞിട്ട് ഓപ്പൺ CDC എടുത്ത് ഷിപ്പിലേക്ക് കയറാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാവില്ല. നിങ്ങൾ 10ഓ +2ഓ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു IT കോഴ്സോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമയോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഷിപ്പിലേക്ക് ജോലിക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DJ ഷിപ്പിംഗ് ഈ ഒരു ഓപ്പൺ CDC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. IT കോഴ്സസ് എന്ന് പറയുമ്പോൾ അത് ഫിറ്റർ കോഴ്സ് ആവാം, വെൽഡിംഗ് കോഴ്സ് ആകാം, അതുപോലെ മെക്കാനിക്കൽ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സസ് ചെയ്തവരാകാം, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ ചെയ്തവർക്കും ഈ ഒരു ഓപ്പൺ CDC വഴി ഷിപ്പിലേക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ CDCയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞവർ ഡയറക്റ്റ് ഓപ്പൺ CDC എടുത്ത് ഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാതെയാണ് അങ്ങനെ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. ഇവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്പൺ CDC വഴി ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുക. അതിന് വേണ്ടിയിട്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ. 10ഉം +2ഉം കഴിഞ്ഞു ഒരു IT കോഴ്സ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്സിലൊരു ഡിപ്ലോമ കോഴ്സ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യേണ്ടത് ഓപ്പൺ CDC എടുക്കാൻ വേണ്ടിയിട്ട് ഒരു STCW കോഴ്സ് ചെയ്യണം. STCW മീൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ വാച്ച് കീപ്പിംഗ് ഫോർ സീഫറേഴ്സ്. ഇതൊരു 15 ദിവസത്തെ കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് മുംബൈ, ചെന്നൈ, കൊച്ചിയിലൊക്കെ അവൈലബിൾ ആണ്. കൊച്ചിയിലാണെങ്കിൽ യൂറോടെക് എന്ന് പറഞ്ഞ ഒരു കോളേജാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെന്നൈ, മുംബൈയിലൊക്കെ ആണെങ്കിൽ നിരവധി കോളേജസ് ഉണ്ട്. ഈ STCW കോഴ്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ DG ഷിപ്പിംഗിൽ ആഡ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ, നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ആഡ് ചെയ്യുന്നില്ലേ, അതുപോലെ ഷിപ്പിംഗിന്റെ ഒരു മെമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു DG ഷിപ്പിംഗ് പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കൂടി ആഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊഫൈലായിരിക്കും ആഡ് ചെയ്യുന്നത്. STCW കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ എക്സാംസും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എക്സാമിൽ പാസ് കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പൺ CDCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 തൊട്ട് 30,000 വരെയാണ്. ഞാൻ ഈ ഒരു എമൗണ്ടിന്റെ റേഞ്ച് പറയാൻ കാരണം ഓരോ കോളേജസിൽ ഫീസിൽ ചേഞ്ചും ഉണ്ടാകും. CDC കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് അന്വേഷണം തുടങ്ങാം. ജോലി ഓൺലൈനായിട്ടും അതുപോലെ ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓൺലൈനിലേക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഡയറക്റ്റ് നിങ്ങൾ കമ്പനിയിൽ പോയിട്ട് നിങ്ങളുടെ റെസ്യൂം അവിടെ കൊടുക്കുന്നതായിരിക്കും. വൺസ് നിങ്ങളുടെ റെസ്യൂം സെലക്ട് ആയി കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഓപ്പൺ CDC എങ്ങനെ എടുക്കാം, 10ാം ക്ലാസ്സും +2ഉം കഴിഞ്ഞവർക്ക് ഓപ്പൺ CDC കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. STCW കോഴ്സ് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് STCW കോഴ്സിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മെർച്ചന്റ് നേവിയിലെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ എന്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ.